celebrating 13 colorful years of capturing heartbeats of Keralites and broadcasting to the world. This program brought to you by Abraham and Associates. We are dream sellers. We help families build a bright future. വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ. I love myself. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും. അത് ഡയമണ്ട് പറയുമ്പോൾ മലബാറിലേക്ക് വരും. Faith Holidays, America's finest tour operator. To book a trip, call 1-888-91-FAITH. State Farm Insurance, Michael Therian. Keep the memories alive with Mukut Monuments. Heads Brokery 516-433-4310. Global Collision and Repair Works, 333 North Route 9 West, Congress, New York. Media App USA. Download Media App USA now on any of the streaming devices. പ്രവാസി ചാനൽ ഡെയിലി ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസി ചാനൽ ഇപ്പോൾ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസുകളിലും ലഭ്യമാണ്. ഡൗൺലോഡ് മീഡിയ ആപ്പ് USA on any of your streaming device or any smart television. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന മഹാപ്രസ്ഥാനത്തിന്റെ ആഗോള പോഷക സംഘടനയായ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് വിവിധ രാജ്യങ്ങളിൽ ശക്തമായി പ്രവർത്തിച്ചു വരുന്നു. അമേരിക്കയിൽ IOC USA-യും അതിന്റെ വിവിധ ചാപ്റ്ററുകളും കഴിഞ്ഞ 25 വർഷമായി പ്രവർത്തിക്കുന്നു. IOC-യുടെ പ്രവർത്തനങ്ങൾ ആഗോള വ്യാപകമായി ചെയർമാൻ സാം പിട്രോയുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിച്ച് പ്രവർത്തനങ്ങൾ നടത്തിവരുന്നു. ഡോക്ടർ ആരതി കൃഷ്ണ ഓവർസീസ് കോൺഗ്രസിന്റെ സെക്രട്ടറി ഇൻചാർജായും പ്രവർത്തിച്ചു വരുന്നു. കോൺഗ്രസ് പാർട്ടിയുടെ അമേരിക്കയിലെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുവാൻ IOC USA എന്ന സംഘടനയ്ക്ക് മാത്രമേ അധികാരവും അംഗീകാരവും ഉള്ളൂ എന്ന് IOC വൈസ് ചെയർമാൻ ജോർജ് എബ്രഹാം പറഞ്ഞു. കൂടാതെ IOC-യുടെ കേരള ഘടകത്തിൽ വിഭാഗീയതയും വിദ്വേഷവും OICC എന്ന സംഘടന നടത്തിയതായും അദ്ദേഹം പറഞ്ഞു. മലയാളികളായ കോൺഗ്രസുകാരുടെ ഇടയിൽ തെറ്റിദ്ധാരണ ഉണ്ടാക്കുകയും IOC വടക്കേ ഇന്ത്യക്കാരുടേതാണെന്നും OICC മാത്രമാണ് മലയാളികളുടേതെന്നുമുള്ള കുപ്രചാരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടാണ് ചില തൽപര കക്ഷികൾ സമൂഹത്തിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. OICC ചില ഗൾഫ് നാടുകളിൽ പ്രവർത്തിക്കുവാൻ മാത്രം തുടങ്ങിയതാണെന്നും അമേരിക്കയെ പോലുള്ള വികസിത രാജ്യങ്ങളിൽ IOC മാത്രമാണ് കോൺഗ്രസ് പാർട്ടിയുടെ ഔദ്യോഗിക സംഘടനയെന്നും സാം പിട്രാഡോ പറഞ്ഞു. മലയാളികളുടെ ഇടയിൽ ശ്രദ്ധ നേടുവാൻ ചില തൽപര കക്ഷികൾ, അതും യാതൊരുവിധ കോൺഗ്രസ് പാരമ്പര്യവുമില്ലാത്തവർ ചെയ്യുന്ന പ്രവർത്തികൾ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് നാണക്കേടും കളങ്കവും ഉണ്ടാക്കുവാനേ സാധിക്കുകയുള്ളൂ. കോൺഗ്രസ് പ്രസ്ഥാനത്തോട് ആത്മാർത്ഥതയും കൂറുമുള്ളവർ IOC എന്ന സംഘടനയോടും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത്. മറിച്ച് സാധാരണ ജനങ്ങൾ വിഭാഗീയത സൃഷ്ടിച്ച് പ്രസ്ഥാനത്തെ തകർക്കുകയല്ല ചെയ്യേണ്ടത്. രാഹുൽ ഗാന്ധിയുടെ ഡാളസ് സന്ദർശന വേളയിൽ പോലും ഈ കൂട്ടർ പല വിദ്വേഷങ്ങളും പറഞ്ഞു പരത്തിയിരുന്നു. OICC-യുടെ ഗ്ലോബൽ കമ്മിറ്റി പിരിച്ചുവിട്ടതായി KPCC ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് M. ലിജുവിന്റെ ഒരു പ്രസ്താവന ഈയിടെ കാണുകയുണ്ടായി. യഥാർത്ഥ കോൺഗ്രസ് പ്രവർത്തകരോട് ഒന്നേ പറയുവാനുള്ളൂ: സ്വന്തം താല്പര്യത്തിന് വേണ്ടി വിഭാഗീയതകൾ സൃഷ്ടിച്ച് വിഘടിപ്പിച്ചു നിൽക്കാതെ യഥാർത്ഥ കോൺഗ്രസുകാരനായി IOC-യോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുക. IOC കേരള ചാപ്റ്റർ ചെയർമാൻ തോമസ് മാത്യുവും പ്രസിഡന്റ് സതീശൻ നായരും ഒരു പത്രക്കുറിപ്പിലൂടെ അറിയിച്ചതാണ്. ന്യൂസ് ഡെസ്ക് പ്രവാസി ചാനൽ. നിങ്ങളുടെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കണ്ട. news@pravasichannel.com അല്ലെങ്കിൽ editor@eMalayali.com എന്ന ഇമെയിലിലേക്കോ വാർത്തകൾ അയയ്ക്കുക.